വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി. അവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: ഈ ശക്തി വ്യാപരിക്കുന്നത് വിശ്വസിക്കുന്നവന് വേണ്ടിയാണ്. ഇത് സംശയിക്കുന്നവന് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയല്ല, ഇത് വിമർശിക്കുന്നവന് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയല്ല, ഇത് ഇരു മനസ്സുള്ളവന് വേണ്ടി ചലിക്കുന്നതല്ല, മറിച്ച് വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി. ഇന്ന് പകലിലും ഒരു കൂട്ടം ദൈവത്തെ, ദൈവശക്തിയെ, ദൈവവചനത്തെ, പരിശുദ്ധാത്മാവിനെ, അതിന്റെ പ്രവൃത്തികളെ ചോദ്യം ചെയ്യുമ്പോൾ, ദൈവമില്ല എന്ന് ബുദ്ധിയിൽ അവർ പറയുമ്പോൾ, ആമേൻ, മൂഢന്മാരായി അവർ തങ്ങളുടെ വഴികളിൽ ആമേൻ തിരിയുമ്പോൾ, ഈ പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? ആമേൻ, വിശ്വസിക്കുന്ന എനിക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുണ്ട്. വിശ്വസിക്കുന്ന എനിക്ക് വേണ്ടി ചലിക്കുന്ന ദൈവശക്തിയുണ്ട്. ആമേൻ. യേശു ക്രിസ്തു എന്ന നാമം ഒരിക്കൽ ശക്തി ഉണ്ടായിരുന്നതും കാലത്തിന്റെ മുമ്പോട്ടുള്ള പോക്കിൽ ശക്തി ക്ഷയിച്ച് ആമേൻ നാമാവശേഷമായി തീർന്ന ഒരു നാമമല്ല, മറിച്ച് ആമേൻ ഇന്നും വിശ്വസിക്കുന്നവൻ, യഹൂദനാകട്ടെ യവനനാകട്ടെ, സകലത്തിനെയും രക്ഷിപ്പാൻ കഴിയുന്ന ശക്തിയാണ് എൻ്റെ യേശുവിൻ്റെ നാമം. എൻ്റെ യേശുവിൻ്റെ നാമം സകല നാമങ്ങൾക്കും മേലായ നാമമാണ്. സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ഇപ്പോഴുള്ളതിനും വരുവാനുള്ളതിനും കർത്തൃത്വങ്ങൾക്കും എല്ലാം മീതെയുള്ള നാമത്തെ ആമേൻ ആര് വിശ്വസിക്കുന്നുവോ അവർക്ക് വേണ്ടി ഈ ശക്തി വ്യാപരിക്കും.